ബി.ജെ.പിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഇന്നലെ 23-ാം തീയതി തിരുവനന്തപുരത്ത് എത്തി. ഇവിടെ മോദി നടത്തിയ പ്രസംഗം കേൾക്കുമ്പോൾ ഇയാളെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. മോദിയുടെ ഈ ജുംല പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ അവലോകനം ചെയ്യുകയാണ് ഈ വീഡിയോയിലൂടെ. കൃത്യമായ തെളിവുകളോടെയുള്ള ഈ വീഡിയോ മുഴുവനായി കാണുന്ന മുഴുവൻ സമയവും നിങ്ങൾ നിർത്താതെ ചിരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏതാണ്ട് 1 മണിക്കൂർ നീളുന്നതായിരുന്നു മോദിയുടെ ഇവിടുത്തെ പ്രസംഗം. അതിൽ അരമണിക്കൂർ മോദി സംസാരിക്കുന്നതും ബാക്കി അരമണിക്കൂർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ആയിരുന്നു. മോദിയുടെ എല്ലാ ജുംല പ്രസംഗങ്ങളും പോലെ ടെലിപ്രോംപ്റ്റർ നോക്കി ആക്ഷനുകളുടെയും ഡ്രാമകളുടെയും അകമ്പടിയോടെ വായിക്കുകയാണ് ചെയ്തത്. മുൻകൂട്ടി തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ പരിഭാഷയും മുൻകൂട്ടി തയ്യാറാക്കി കൊടുത്തതാണ് എന്ന് വളരെ വ്യക്തമാവും ഇത് കാണുമ്പോൾ. കാരണം ഏതാണ്ട് 1.5-2 മിനിറ്റ് മോദി തുടർച്ചയായി പറയുന്നത് യാതൊരു മറവിയും കൂടാതെ 1.5-2 മിനിറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. സാധാരണയായി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പോലെ ലൈവായി ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓരോ സെന്റൻസുമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ആദ്യം മോദി ചെയ്യുന്നത് ഒരു കുമ്പിടൽ നാടകമാണ്. ഈ അടുത്ത കാലത്ത് പല വേദികളിൽ ഇത്തരത്തിൽ കുമ്പിടൽ നാടകം മോദി നടത്തുന്നത് പതിവാക്കിയിരിക്കുകയാണ്. मेरा भाषण शुरू करने से पहले बहुत ही आदरपूर्वक नमन करना चाहता हूं. ഞാൻ എന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഏറെ ആദരപൂർവ്വം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സാദര നമസ്കാരം അർപ്പിക്കുന്നു. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ജയ് ജയ് നരേന്ദ്രമോദി. ഈ കാണിക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തണം ഇന്ത്യക്കാർ. പിന്നെ മോദി സ്ഥിരമായി കളിക്കുന്ന വിക്ടിം കാർഡ് ഇവിടെയും കളിക്കാൻ മറന്നില്ല. മുൻപൊക്കെ വിക്ടിം കാർഡ് കളിക്കുന്നത് തന്നെ അപമാനിച്ചു, തൻ്റെ അമ്മയെ അപമാനിച്ചു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവരുടെ പുതിയ ഡൽഹി മുഖ്യമന്ത്രിയെ കോപ്പി ചെയ്താണ് വിക്ടിം കാർഡ് കളിച്ചത്. ഏതാനും നാളുകൾക്ക് മുൻപ് രേഖാ ഗുപ്ത നിയമസഭയിൽ താൻ പറയുന്നത് വെച്ച് ആളുകൾ റീലുണ്ടാക്കി തന്നെ അപമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ മോദിയും ചെയ്തത്. താൻ ആത്മാർത്ഥമായി നാടകമല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നാടകമാണ് എന്ന് പറഞ്ഞ് ആളുകൾ റീലുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാണ് ഇവിടെ വിക്ടിം കാർഡ് കളിക്കുന്നത്. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും മറ്റ് പ്രതിപക്ഷ നേതാക്കളെക്കുറിച്ചും സംഘികൾ പടച്ചുവിടുന്ന ഫേക്ക് വീഡിയോകൾക്ക് ഒരു പരിധിയുമില്ല. ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി അവരെ നിരന്തരം അപമാനിക്കുന്ന മോദിയും കൂട്ടരുമാണ് മോദിയുടെ യഥാർത്ഥ നാടകം തുറന്നു കാണിച്ച് ആളുകൾ റീലുണ്ടാക്കുന്നതിനെ കുറിച്ച് ഇവിടെ പരിതപിക്കുന്നത്. ഇത് സ്ഥിരമായി നടത്തുന്ന നാടകമാണ്. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके. बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं एसपी जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए. यहाँ ये मैडम भी कुछ देना चाहती है लग रहा है. वो बड़ा किताब बना करके लाई लगती है. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാം ഒരു കൊച്ചു കുഞ്ഞ് കുറെ നേരമായി ഒരു ചിത്രം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നുണ്ട്. മകനെ, നിന്റെ കൈ കഴിക്കും, അവിടെ ഇരിക്കുക. ഞാൻ ഇവിടെ എസ് പി ജിയോട് പറയുന്നുണ്ട്, നിന്റെ ആ ചിത്രം ഇവിടെ ഏൽപ്പിക്കുക. ആ ചിത്രം തരുമ്പോൾ അതിന്റെ പിറകിൽ നിന്റെ അഡ്രസ്സും മകന്റെ കുഞ്ഞിന്റെ അഡ്രസ്സും കൂടി അതിൽ എഴുതണം. ഞാൻ കുഞ്ഞിനെ കത്തയക്കുന്നതാണ്. അതോടൊപ്പം ഒരു മാഡം ഏതോ ഒരു പുസ്തകം ഉയർത്തിപ്പിടിക്കുന്നത് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല. जरा कोई कलेक्ट कर ले इसको. ആരെങ്കിലും അതൊന്ന് കളക്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ഇത് നാടകമാണെന്ന് തെളിവ് സഹിതം കാണിച്ചു തരാം. ഒരു സമ്പൂർണ്ണ കാഴ്ചശക്തിയുള്ള ആളിന് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പരമാവധി 60-65 അടി അകലിൽ നിന്ന് മാത്രമേ വായിക്കാൻ സാധിക്കുകയുള്ളൂ, വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ തെളിവ് ഇതാ. ഇനി മോദിയുടെ പ്രസംഗം നടക്കുന്ന വേദിയിൽ നിന്ന് എത്ര അകലെയായിട്ടാണ് ആളുകൾ ഇരിക്കുന്ന ഫസ്റ്റ് റോ തുടങ്ങുക എന്ന് അറിയാമോ? ഏതാണ്ട് 55-65 അടി അകലെയാണ് റെഡ് ഫോർട്ടിലെ മോദിയുടെ പ്രസംഗങ്ങൾക്ക് ആളുകൾ ഇരിക്കുന്ന ആദ്യത്തെ റോ തുടങ്ങുന്നത്. ഇതുപോലെയുള്ള പൊതുപരിപാടികളിൽ
അതിലും അകലെയാണ് ആളുകൾ ഇരിക്കുന്ന ആദ്യത്തെ റോ തുടങ്ങുക. മോദി നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 75 അടി അകലെയാണ് ഫസ്റ്റ് റോ തുടങ്ങുക. അതിന്റെ തെളിവും ഇതാ. ഈ ചിത്രവുമായി വന്ന കുട്ടി കാഴ്ചയിൽ ഏതാണ്ട് അവസാന ഭാഗത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മധ്യത്തിലാണ് എന്ന് തന്നെ വെച്ചുകൊള്ളൂ. ആദ്യത്തെ റോയിൽ ആണെങ്കിൽ കൂടി ഒരിക്കലും മോദിക്ക് ആ പേപ്പറിൽ ഉള്ളത് എന്താണെന്ന് കാണാൻ സാധിക്കുകയില്ല. ഏതാണ്ട് മധ്യഭാഗത്തിൽ ആണെങ്കിൽ ഒരു നിഴൽ പോലെ പോലും കാണാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് കൃത്യമായി മനസ്സിലായത് തന്റെ ചിത്രമാണ് കുട്ടി വരച്ചുകൊണ്ടുവന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്ന്? ഒരു സംശയവും വേണ്ട. നോൺ ബയോളജിക്കൽ മോദിക്ക് ഇത്രയേറെ ആളുകളുടെ ഇടയിൽ ഒരു കുട്ടി തന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് വ്യക്തമായി കാണാനും അത് മനസ്സിലാക്കാനും സാധിക്കും. मैं जानता हूं, मैं देश भर में जहां भी जाता हूं, बहुत से युवा, बहुत से बालक अपनी भावना प्रकट करते हैं, और मैं जानता हूं कि इसके बाद कुछ मुझको विशेष प्रेम करने वाले लोग भांति भांति के रील बनाते हैं, कोई इसको प्री प्लान बड़ा ड्रामा है ऐसा कहते हैं. ये सारी गालियां मैं सुनता हूं. क्यों? क्योंकि मैं आपके प्यार को समझता हूं, इन छोटे छोटे बच्चों की भावनाओं को समझता हूं, और इसलिए रील बनाने वालों की गालियां तो खाता रहूंगा, लेकिन अगर किसी बच्चे ने 2 दिन 3 दिन इस प्रकार से प्यार से मेहनत की है, मैं उसका अपमान नहीं कर सकता, मैं इसको दुखी नहीं कर सकता. रील जितने ही बनने हैं बन ले. जनता के प्रति मेरी जो जिम्मेवारी है और जनता का मेरे प्रति जो भाव है, वो इन रील से हजारों लाखों गुना अधिक ताकतवर है. ഞാൻ രാജ്യത്തെ എല്ലായിടത്തും പോകുന്നിടത്ത്, രാജ്യത്തെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കുന്നിടത്ത് എല്ലായിടത്തും യുവാക്കളും കുട്ടികളുമൊക്കെ അവരുടെ സ്നേഹം പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ സ്നേഹം ചിത്രങ്ങളായും പലവിധങ്ങളായ അവരുടെ ക്രിയേഷനായും ഒക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ റീൽസിൽ കൂടിയൊക്കെ അപമാനിക്കുന്നവരും ഇതൊക്കെ ഡ്രാമയാണ് എന്ന് പറയുന്നവരും ഒക്കെ ഈ രാജ്യത്തുണ്ട്. അതൊക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരോട്, എന്നെ വിശ്വസിക്കുന്നവരുടെ സ്നേഹത്തെ ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എത്ര റീൽസ് ഉണ്ടാക്കി അപമാനിക്കാൻ ശ്രമിച്ചാലും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റീൽസ് ഉണ്ടാക്കിക്കൊള്ളൂ. അതിലും എത്രയോ 1000 മടങ്ങാണ് ഈ രാജ്യത്തെ ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. അവരോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ സ്നേഹത്തോട് 1000 മടങ്ങ് എനിക്ക് വിധേയത്വമുണ്ട്. പിന്നീട് പറഞ്ഞത്, താൻ ഇങ്ങനെ എല്ലായിടത്തും കാണിക്കുന്നത് കണ്ട് ആളുകൾ റീൽ ഉണ്ടാക്കിയാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. അതും മോദി ഇത് എഴുതി വായിക്കുന്നതാണ്. എല്ലായിടത്തും ഇതേ ലാംഗ്വേജ്, ഇതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഈ ചിത്രം പൊക്കിപ്പിടിക്കുന്ന നാടകത്തിലുള്ളത്. അതുപോലെ മോദി ഇത് പറയുമ്പോഴും ഈ പ്രസംഗത്തിൽ ഉടനീളം ആളുകൾ കാര്യമായ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് പറയുന്നത് കേൾക്കുകയോ കൈയടിക്കുകയോ ചെയ്യുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കാൻ മറക്കല്ലേ. ഇവിടെ മോദി ഗുജു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കി വായിക്കുമ്പോൾ പോലും ഒരു ഇന്ത്യക്കാരന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷന്റെ 7 അയലത്ത് പോലും വരുന്നില്ല എന്നുള്ളത് കഷ്ടമാണ് എന്ന് പറയാതെ വയ്യ. തനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് കേരളത്തിലെ ഇവിടെ ഇരിക്കുന്ന മന്ദഭക്തന്മാരെ ബോധിപ്പിക്കുകയാണ് ഇതുവഴി. I extend my full support to make Thiruvananthapuram one of the best cities of India. ഇനി അടുത്ത കാലത്ത് കേരളത്തെ ഊപ്പി പോലെ വികസിപ്പിക്കും എന്ന് പറയുന്നതാണ്. പക്ഷേ അതിന് ഒരൊറ്റ കണ്ടീഷനുണ്ട്. മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരിന് ഇവിടെ ഭരണം നൽകണം. ഇന്ത്യയിൽ അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് എന്ന് മന്ദഭക്തർക്കൊഴികെ എല്ലാവർക്കും അറിയാം. അതിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയും അണ്ടർ എംപ്ലോയ്മെന്റും നേരിടുന്നത് യുവാക്കളാണ് എന്നും നമുക്ക് അറിയാം. വിദ്യാഭ്യാസമുള്ളവർക്ക് 25,000 രൂപ ലഭിക്കുന്ന ഒരു ജോലി പോലും ഇന്ത്യയിൽ ലഭിക്കുന്നില്ല. केरला को विकसित बनाने में हमारी युवा शक्ति की बहुत बड़ी भूमिका है, लेकिन कांग्रेस ने यहां की युवा शक्ति के साथ हमेशा धोखा किया. एनडीए के पास केरला के यूथ के लिए रोजगार के अवसर बनाने का रोडमैप है. आज पूरी दुनिया आत्मनिर्भर भारत अभियान में अपने लिए अवसर देख रही है. इसलिए गल्फ हो, यूरोप हो, दुनिया के अनेक देशों के साथ भारत बड़े समझौते कर रहा है. इन समझौतों का बहुत अधिक लाभ केरल को मिल सकता है, लेकिन इसके लिए यहां बीजेपी की डबल इंजन सरकार होना बहुत जरूरी है. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്.
എന്നാൽ കേരളത്തെ മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളും കേരളത്തിലെ യുവാക്കളോട് വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി NDAയുടെ പക്കലുണ്ട്. ഭാരതം നടപ്പാക്കിയ ആത്മനിർഭർ പദ്ധതിയിൽ അവസരം കിട്ടുമോ എന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി, അത് മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളാകട്ടെ, യൂറോപ്പ് ആകട്ടെ, അവരുമായൊക്കെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഭാരതം ഇന്ന് വലിയ വലിയ കരാറുകളിൽ ഒപ്പിടുകയാണ്. ഈ കരാറുകളുടെ ഒക്കെ ഗുണം കേരളത്തിനും കിട്ടേണ്ടതാണ്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ കേരളത്തിലും ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. UPയിലെയും മോദിയുടെയും BJPയുടെയും ട്രബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെയും സംഘികളുടെ പ്രധാന തൊഴിൽ മോസ്കുകളുടെ മുന്നിൽ ഡാൻസ് കളിക്കുക, ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ ജയ് ശ്രീറാം വിളിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരം തൊഴിൽ കേരളത്തിലെ യുവാക്കൾക്ക് ആവശ്യമില്ല മോദി. കഴിഞ്ഞ 20 വർഷത്തിൽ അധികമായി ബീഹാർ തുടർച്ചയായി ഭരിക്കുന്നത് മോദിയുടെ ട്രബിൾ എഞ്ചിൻ സർക്കാരാണ്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്ക സംസ്ഥാനം. മോദി MP ആയിട്ടുള്ള മോദിയുടെയും അജയ് ബിഷ്ടിന്റെയും രാമരാജ്യമായ UP തുടർച്ചയായി അനേക വർഷങ്ങളായി ഭരിക്കുന്നത് ഇവരാണ്. ആ UPയും ബീഹാറും ഹരിയാനയും പോലെ കേരളത്തെ ആക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഉറപ്പാണ്. അതുപോലെ മോദി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മാത്രം പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. അതിനാൽ കേരളത്തിൽ വികസനം നടത്തുന്നതിന് സംഘികൾക്ക് ഭരണം നൽകിയാലേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. ഇനി കേരളവും UPയും പ്രധാന ചില കാര്യങ്ങളിൽ എങ്ങനെയാണ് എന്ന് വ്യക്തമായി കാണാം. 2026 എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് സോഷ്യോ എക്കോണമിക് കാര്യങ്ങളിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും എത്രത്തോളം മുന്നിലാണ് എന്നുള്ളത്. കേരളത്തിന്റെ പോപ്പുലേഷൻ 3.5 കോടി, ഉത്തർപ്രദേശിൽ ഏതാണ്ട് 25 കോടികളും, കേരളത്തിന്റെ 7 ഇരട്ടിയിൽ അധികം. കേരളത്തിന്റെ GDP 14.27 ലക്ഷം കോടിയിൽ അധികം, ഉത്തർപ്രദേശിൻ്റെതാകട്ടെ വെറും 30 കോടിയിൽ അധികം. അതായത് കേരളത്തിന്റെ 7 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിന്റെ GDP കേരളത്തിന്റെ GDPയുടെ ഏതാണ്ട് ഇരട്ടി മാത്രമാണ് ഉള്ളത്. 7 ഇരട്ടി ജനസംഖ്യയുള്ളപ്പോൾ കേരളത്തിന്റെ പെർ ക്യാപിറ്റ GDP 3,73,000 ആണ്. എന്നാൽ ഉത്തർപ്രദേശിൽ ഇത് അതിന്റെ 1/3 ഏതാണ്ട് 1,30,000 മാത്രമാണ്. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 96.2%. ഉത്തർപ്രദേശിൽ അത് 70% താഴെ മാത്രമേ ഉള്ളൂ. ശിശുമരണ നിരക്ക് കേരളത്തിൽ 1000-ൽ 5 മുതൽ 6 വരെ മാത്രമാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ്. അമേരിക്കയ്ക്ക് തുല്യമായ ശിശുമരണ നിരക്ക് മാത്രമാണ് കേരളത്തിൽ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച നിരക്ക്. എന്നാൽ ഉത്തർപ്രദേശിൽ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട നിരക്കായ 38 1000 കുട്ടികൾ ഉണ്ടാകുന്നതിൽ 38 കുട്ടികൾ ഉത്തർപ്രദേശിൽ മരണപ്പെടുമ്പോൾ കേരളത്തിൽ വെറും 5 മുതൽ 6 വരെ പേർ മാത്രം. വികസിത രാജ്യങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. അതീവ ദാരിദ്ര്യം കേരളത്തിൽ ഇല്ല 0%. മോദിയുടെ രാമരാജ്യം UPയിൽ അത് 17.4% എന്ന് ഓർക്കണം. അതുകൊണ്ട് സോറി മോദി, കേരളത്തെ UP ആക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഊളത്തരം പറയുന്നതിൽ, അതുവഴി മന്ദഭക്തർക്ക് രതിമൂർച്ച ഉണ്ടാക്കുന്നതിൽ മോദി യാതൊരു കുറവും കാണിക്കാറില്ല. ഇവിടെ കോൺഗ്രസിനെ കരുതേച്ച് കാണിക്കാൻ വേണ്ടി പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറയുകയാണ് യാതൊരു സങ്കോചവുമില്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആൾ. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. इसलिए देश में आज कांग्रेस को MMC यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. കോൺഗ്രസിന് പകരം ഈ സംഘിക്കൂട്ടങ്ങളെ ഭരണത്തിലേറ്റി കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ മുന്നിലും ക്രിസ്ത്യൻ പള്ളികൾക്കുള്ളിലും ഇവിടെയുള്ള മന്ദഭക്തർക്ക് ഡാൻസ് കളിക്കാനുള്ള തൊഴിൽ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് മോദി പറയുന്നത്. विकसित केरलम के लिए अब बड़े फैसले का समय आ गया है. अब केरला को नई पॉलिटिक्स चाहिए. 21st सेंचुरी के पहले 25 इयर्स तो चले गए, खत्म हो गए हैं. आने वाले 25 इयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए. इसलिए
मैं केरला के लोगों से कहूंगा, यही समय है, सही समय है। नाउ इज द टाइम फॉर विकसित केरलम, नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट। आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें। പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. എൻഡിഎ സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. 21ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ 25 വർഷം ഇവർക്ക് ഭരണം കൊടുക്കാതെ കേരളം നഷ്ടപ്പെടുത്തി കളഞ്ഞു അത്രേ. അല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഭരിക്കുന്ന ബീഹാറിനെ പോലെ, കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഭരിക്കുന്ന ഉത്തർപ്രദേശിനെ പോലെ, കഴിഞ്ഞ 15 വർഷത്തിലധികമായി ഭരിക്കുന്ന ഹരിയാനയെ പോലെ, എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ 3ാമത്തെ കുറഞ്ഞ കൂലിയുള്ള മോദിയുടെ സ്വന്തം ഗുജറാത്തിനെ പോലെ കേരളത്തെ ആക്കിയെടുത്തേനെ എന്നാണ് മോദി പറയുന്നത്. ആ 25 വർഷം നഷ്ടപ്പെടുത്തി കഴിഞ്ഞതിനാൽ അടുത്ത 25 വർഷത്തേക്ക് ഇവർക്കത് കൊടുക്കുകയാണെങ്കിൽ അതേപോലെ റെഡിയാക്കി തരാമെന്നാണ് മോദിയുടെ വാഗ്ദാനം. ഏറ്റവും ദാരിദ്ര്യമുള്ള, വിവേകമില്ലാത്ത ജനങ്ങൾ തിങ്ങി വസിക്കുന്ന, എഴുതാനും വായിക്കാനും അറിയാത്ത യുവാക്കൾ മതത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന മനോഹരമായ മോദിയുടെ സ്വപ്നരാജ്യം. ഇവിടെയും തന്റെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി കാണിക്കുവാൻ വേണ്ടി ടെലിപ്രോംപ്റ്ററിൽ വരുന്ന ഗുജ് ഇംഗ്ലീഷ് നോക്കി വായിക്കുവാനും മറന്നില്ല. അതുപോലെ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ എഴുന്നേറ്റ് പോകുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഇടയ്ക്കെല്ലാം കസേരകൾ കാലിയായി കിടക്കുന്നുമുണ്ട്. ഇനിയുള്ളതാണ് അതീവ രസകരമായ കാര്യം. ആളുകൾക്ക് യാതൊരു ആവേശവുമില്ല എന്ന് കണ്ട് അവരെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പതിവായുള്ള ഭാരത് മാതാ കീ ജയ് വിളിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ആവേശത്തിൽ അത് വിളിക്കുമ്പോൾ നീ മിണ്ടാതെ ഇരിക്കെ, ആളുകൾ വിളിക്കട്ടെ എന്ന് പറയുകയാണ്. मेरे साथ बोलिए, भारत माता की जय। आप रहने दीजिए। भारत माता की, भारत माता की, भारत माता की. കാരണം ആളുകൾ വിളിക്കുന്നത് ഉച്ചത്തിൽ കേൾക്കണം. മൈക്കിൽ കൂടി അയാൾ കൂടി വിളിച്ചാൽ ആളുകൾ വിളിക്കുന്നത് കേൾക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ആളുകളിൽ നിന്ന് ഇതിനും ഉദ്ദേശിച്ച പ്രതികരണം ലഭിക്കുന്നില്ല. അതീവ മന്ദഭക്തരായ ഏതാനും പേർ മാത്രമാണ് അത് ഏറ്റുവിളിക്കുന്നത്. ഏതായാലും ഇത്തരം ജുംല പ്രസംഗങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങളിൽ യാതൊരു പ്രതികരണവും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.